ഇങ്ങനെ ഒരു സുധാകരനെ ആരും കണ്ടു കാണില്ല. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തെ തകർത്തെറിഞ്ഞ് കണ്ണൂർ എന്ന ചെങ്കോട്ടയിൽ കയറി അടിച്ചിട്ടുള്ള സുധാകരൻ പൊട്ടിക്കരയുകയാണ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് കാപ്പാടൻ രമേശിന്റെ അനുസ്മരണ ചടങ്ങിലാണ് അതിവൈകാരികമായി സംസാരിച്ച മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ കണ്ണീരണിഞ്ഞത്. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ തന്നെ സംരക്ഷിക്കുകയും താങ്ങായി നിർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു കാപ്പാടൻ രമേശനെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ കരഞ്ഞത്. താൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കാപ്പാടന്റെ കാവൽ കൊണ്ടാണെന്നും അത് പലർക്കും അത്ഭുതമായി തോന്നാമെങ്കിലും സത്യമാണെന്നും അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സാധാരണയായി CPM-നെതിരെയുള്ള പ്രസംഗങ്ങളിൽ ആവേശത്തോടെ സംസാരിക്കാറുള്ള സുധാകരൻ ഇത്തവണ തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വാക്കുകൾ കിട്ടാതെ വികാരാധീനനാവുകയായിരുന്നു. കണ്ണൂരിലെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ കാപ്പാടൻ രമേശിനെ പോലെയുള്ള നിരവധി പ്രവർത്തകരുടെ നിസ്തുലമായ സേവനമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏത് പ്രതിസന്ധിയിലും തലകുനിക്കാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പ്രവർത്തകരെ പ്രേരിപ്പിച്ച നേതാവായിരുന്നു രമേശനെന്നും സുധാകരൻ പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വൈകാരിക പ്രസംഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താൽപര്യം സുധാകരൻ അടുത്തിടെ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ടും നിയമസഭാ സീറ്റ് വാഗ്ദാനം പാലിക്കപ്പെടാത്തതിനെ ചൊല്ലിയും സുധാകരൻ അതൃപ്തിയിലാണെന്ന വാർത്തകൾക്കിടെയാണ് ഈ അനുസ്മരണ സമ്മേളനം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുധാകരൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും വലിയ ചർച്ചയായിരുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ചർച്ച നടത്താനിരിക്കെയാണ് പഴയകാല പോരാട്ടങ്ങളെയും സഹപ്രവർത്തകരെയും ഓർത്തെടുത്ത് സുധാകരൻ വൈകാരികമായി സംസാരിച്ചത്. സുധാകരനെ സംബന്ധിച്ച് നിയമസഭയിലേക്കുള്ള അവസാന അവസരമാണ് മുന്നിലുള്ളത്. ജയിച്ചാൽ മന്ത്രിസ്ഥാനം ഉറപ്പാണ്. ആ സാഹചര്യത്തിലാണ് മത്സരിക്കാൻ MP തയ്യാറായത്. നേരത്തെ 2006-ൽ UDF-ൽ മന്ത്രിക്കുപ്പായം അഴിച്ചുവെച്ച സുധാകരന് പിന്നെ ആ ഭാഗ്യമുണ്ടായിട്ടില്ല. 20 വർഷത്തിനിപ്പുറം നിയമസഭാ സ്വപ്നം കാണുന്ന സുധാകരനെ തടയാൻ കോൺഗ്രസും ഒരുക്കമല്ലെന്നാണ് ഏവരും കരുതിയത്. എന്നാൽ ഒരാൾ കിളവ് നൽകിയാൽ മന്ത്രിസ്ഥാനം മോഹിക്കുന്ന 5 MP-മാർക്ക് കൂടി അവസരം നൽകേണ്ടി വരും. ഇതോടെയാണ് സുധാകരന്റെ മന്ത്രിക്കുപ്പായ മോഹം പൊലിഞ്ഞത്. നേരത്തെ CPM-ൽ കലാപക്കൊടി ഉയർത്തി പുറത്തുപോയ G. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു സുധാകരനും സമാന രീതിയിൽ കലാപക്കൊടി ഉയർത്തുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. 2 സുധാകരന്മാരും മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകുമോ എന്ന് ഉറ്റുനോക്കുന്നവരുമുണ്ട്. നേരത്തെ പുതുയുഗയാത്രയിൽ നിന്നടക്കം വിട്ടുനിന്നാണ് K. സുധാകരൻ പ്രതിഷേധം ശക്തമാക്കിയത്. അതിനിടയിലാണ് ഇത്തരം അപൂർവ കാഴ്ചകൾക്കും കേരളം സാക്ഷ്യം വഹിക്കുന്നത്. സുധാകരൻ നടത്തിയ വൈകാരികമായ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. എൻ്റെ ഒരു വലങ്കൈ, ആ വലങ്കൈ എന്നതിന് അപ്പുറത്ത് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ കൈ, എല്ലാ ആളുകൾക്കും സഹായത്തിനെത്തുന്ന ഒരു സഹപ്രവർത്തകനാണ് കാപ്പാടൻ്റെ രമേശൻ. ഏടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അതിനെല്ലാം മുൻപിൽ കുത്തിപ്പിടിച്ചിരുന്ന് പണിയെടുത്ത് അവരെയൊക്കെ സംതൃപ്തമാക്കി കടന്നു പോകുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമസ്ഥനാണ് കാപ്പാടൻ്റെ രമേശൻ. അദ്ദേഹം നമ്മോടൊപ്പം ഇന്നില്ല. നമ്മെ വിട്ടുപോയിരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, CPM-ന്റെ അക്രമത്തെ ചെറുക്കാൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാവലിരുന്ന കാപ്പാടൻ രമേശൻ, എൻ്റെ വീട് വളഞ്ഞ 15ഓളം സഖാക്കളെ വിരട്ടി ഓടിച്ച കാപ്പാടൻ രമേശൻ, ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാപ്പാടൻ രമേശൻ്റെ കരുത്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കുക. വേദന കൊണ്ട് വെങ്ങിപ്പൊട്ടുന്ന എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏറെയൊന്നും വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യമില്ല. ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുടെ കാവൽക്കാരനായിരുന്നു കാപ്പാടൻ രമേശൻ. CPM-ന്റെ ഏത് അക്രമത്തെയും ചെറുക്കാൻ എന്നും എവിടെയും കാപ്പാടൻ രമേശൻ എത്തും. ആ കാപ്പാടൻ രമേശൻ ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം ഇവിടെ കെട്ടിയുയർത്തിയത്. അത് കെട്ടിയുയർത്താൻ നമുക്ക് സാധിച്ചു എന്നത് നമ്മുടെയൊക്കെ നല്ല മനസ്സിൻ്റെ ഭാഗമായി നമുക്ക് നോക്കിക്കാണാം. ഈ നാടിലെ എന്നും ഏതിനും സഹായത്തിനെത്തുന്ന ഒരു വിഭാഗമായിരുന്നു അന്ന് കാപ്പാടൻ രമേശനും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരും. അതേപോലെ ഇന്നും ഇവിടെ ഈ പ്രദേശത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആളുകൾക്ക് സഹായകരമായി, നാടിന് സഹായകരമായി പാർട്ടിയുടെ താല്പര്യം, പാർട്ടിയുടെ പിന്തുണയോടുകൂടി നിങ്ങളെ സഹായിക്കാൻ ഇവിടെയുണ്ട് എന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല.
കാപ്പാടൻ്റെ മേശൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പുന്ന ഒരു മനസ്സുമായി ഞാൻ ഇരിക്കുമ്പോൾ ഏറെ സംസാരിക്കാൻ സാധിക്കില്ല. എനിക്ക് ഒരുപാട് ഓർമ്മിക്കാനുണ്ട്. രക്ഷപ്പെട്ടിടത്ത് രക്ഷപ്പെടുത്തിയ പ്രവർത്തകന്മാരുടെ കഴിവുകൾ, വാക്കുകൾ കൊണ്ട്, വിവരങ്ങൾ കൊണ്ട്, ദൗത്യം കൊണ്ട് സംരക്ഷിച്ച കുറേ പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ട ഒരുപാട് ഘടകങ്ങളാണ്. കടന്നു വന്നതിൻ്റെ പിറകിലുള്ള ഒരുപാട് കടമ്പകൾ, ആ കടമ്പകളെല്ലാം കടന്നു വരാൻ നമുക്ക് സാഹചര്യമുണ്ടാക്കിയത് കാപ്പാടൻ്റെ മേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു അതിശയമായിരിക്കും, അതൊരു അത്ഭുതമായിരിക്കും. എന്നാൽ അത് സത്യമാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ സമീപനവും ആത്മാർത്ഥമായ പ്രവർത്തനവും ആരുടെ മുമ്പിലും തലകുനിക്കാതെ നാടിൻ്റെ ജനങ്ങളുടെ വിചാരങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് മുൻപോട്ട് പോകാൻ പ്രേരിപ്പിച്ച, ഓരോ പാർട്ടി പ്രവർത്തകരെയും പ്രേരിപ്പിച്ച കാപ്പാടൻ്റെ മേശൻ ഈ പ്രദേശത്തെ പാർട്ടിയുടെ എന്നത്തെയും അമരക്കാരനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും ഈ പാർട്ടിയുടെ ഓർമ്മകളാണ് എന്ന്, ഓർമ്മയുടെ പ്രതീകമാണ് കാപ്പാടൻ്റെ മേശൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാകുന്നു. നിങ്ങളുടെ ഒക്കെ മുമ്പിൽ നിങ്ങളുടെ ഈ സാന്നിധ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നു. എന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കാനും ആ ഓർമ്മകൾക്ക് മുമ്പിൽ നമിക്കാനും നമുക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കാപ്പാടൻ്റെ സ്വാദസ്പർശത്തിന് വേണ്ടി ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് പ്രവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു.